ശ്രീത്ത് കുറിച്ചിരുന്നു. ശ്രീത്ത്, ഹൈക്കമാൻഡ് നട്ടം തിരിയൽ അല്ലെങ്കിൽ നേതാക്കളുടെ മുഖ്യമന്ത്രിയാവാനുള്ള ക്ലെയിം അവർ ലോബിയിങ് ഒന്നും ജനാധിപത്യ വിരുദ്ധമൊന്നുമല്ല. പക്ഷെ തെരുവിൽ ഫ്ലക്സ് കീറൽ, ഫ്ലക്സിൽ തുപ്പൽ, ഇവിടെ ലീഗിന് നേരെ കണ്ണുരുട്ടുന്ന മാത്യു കുഴൽനാടൻ അല്പ ഐശ്വര്യം കിട്ടുന്ന അർദ്ധരാത്രി കുടപിടിക്കുന്ന ആൾ എന്ന് വിളിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ 102 സീറ്റ് എന്ന് പറയുന്ന ജനം സമ്മാനിച്ച മഹത്തായ വിജയത്തെ കരിവാരിത്തേക്കുന്ന പണിയാണ് ഇതൊക്കെ എന്ന ഈ കൂട്ടർ തിരിച്ചറിയുന്നുണ്ടോ സുജിത്ത്? ഹാഷ്മി, കേരളത്തിലെ കോൺഗ്രസ് ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ്. അതിന്റെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തും പുറത്തുമുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുന്നു. മുന്നണി ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായി അത് പരിണമിച്ചിരിക്കുകയാണ് എന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിന്റെ സങ്കീർണത മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇടപെടൽ നടത്താൻ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തയ്യാറാകുന്നില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും കോൺഗ്രസിനകത്ത് സർക്കാർ രൂപീകരിച്ചാലും ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. രമേശ് ചെന്നിത്തലയ്ക്കും രണ്ടാമത്തെ ഭൂരിപക്ഷമുണ്ട്. സതീശന് എം.എൽ.എമാരുടെ പിന്തുണയല്ല, മറിച്ച് പൊതുസമൂഹത്തിൻ്റെയും ഘടകകക്ഷികളുടെയും പിന്തുണയാണ് ഉള്ളത്. ഇതിൽ ഏത് തെരഞ്ഞെടുപ്പുണ്ടായാലും പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. എന്തായാലും എം.എൽ.എമാരുടെ ഭൂരിപക്ഷം മാത്രം കണക്കിലെടുത്ത് തീരുമാനമെടുക്കരുതെന്ന കാര്യം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ആവർത്തിച്ച് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ എം.എൽ.എമാരുടെ, അതായത് ജനഹിതം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാർ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിഭാഗത്തെയും അനുനയിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നില്ലെങ്കിൽ കോൺഗ്രസ് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ 102 പേരെ ജയിപ്പിച്ച ആ ജനവിധിയെ അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകാതെ സമചിത്തതയോടെ പ്രശ്നത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് പരിഹാരം കാണണമെന്നാണ് ചില പക്വമതികളായ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും അത്തരമൊരു തീരുമാനത്തിലാണ് അവർ കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.